പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ശബരിമല തീർത്ഥാടകരുടെ സ്വപ്ന പദ്ധതിക്ക് അന്തിമ അനുമതിയായി. ചെങ്ങന്നൂർ പമ്പ അതിവേഗ റെയിൽപാതയ്ക്ക് റെയിൽവേ ബോർഡിൻ്റെ അന്തിമ അനുമതി ലഭിച്ചുവെന്ന സന്തോഷകരമായ വാർത്തയാണ് പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി ഞാൻ പങ്കുവയ്ക്കുന്നത്. പുതിയ പാത യാഥാർത്ഥ്യമാകുന്നതോടെ ശബരിപാത വേണ്ട എന്ന നിലപാടിലാണ് റെയിൽവേ. വി ജയശങ്കർ തത്സമയം ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. മലയാളികൾക്കുള്ള ഓണസമ്മാനമായാണ് ശബരിമല ഭക്തരുടെ സ്വപ്ന പദ്ധതിയായ പാതയ്ക്ക് റെയിൽവേ അനുമതി നൽകിയിരിക്കുന്നത്. ചെങ്ങന്നൂർ പമ്പ അതിവേഗ റെയിൽപാതയെ ബ്രോഡ് ഗേജായി ഡബിൾ ലൈനായിട്ടായിരിക്കും ഉണ്ടാവുക. ഇരട്ടപ്പാതയ്ക്കാണ് റെയിൽവേ അനുമതി തരുന്നത്. ആദ്യഘട്ടത്തിൽ പ്രാഥമിക അനുമതി ലഭിച്ചപ്പോൾ ഒറ്റവരിപ്പാത ഉണ്ടാകുമെന്നായിരുന്നു പലരുടെയും നിഗമനം. എന്നാൽ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെ റെയിൽവേ ഇരട്ടപ്പാതയ്ക്ക് അതിവേഗ പാതയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഈ പദ്ധതി 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാണ് നിലവിൽ റെയിൽവേയുടെ തീരുമാനം. പദ്ധതി ചിലവായി 6450 കോടി രൂപ റെയിൽവേ കണക്കാക്കുന്നു. പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി ഇതൊരു 7000 കോടിയോളം എത്തുമെന്നാണ് റെയിൽവേയുടെ നിലവിലെ നിഗമനം. ഒക്കെ ആകെ കൂടി 59 കിലോമീറ്ററാണ് ഈ പാതയുടെ ദൂരമായി കണക്കാക്കുന്നത്. ഈ ട്രാക്കിലൂടെ പരമാവധി വേഗതയിൽ ട്രെയിൻ ഓടിക്കാൻ കഴിയുക 200 km/h ആയിരിക്കുമെന്നും റെയിൽവേ നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ കാര്യം, ആലപ്പുഴ ജില്ലയിൽ 23.03 ഹെക്ടർ ഭൂമി റെയിൽവേ പദ്ധതിക്കായി ഇതിനോടകം തന്നെ ഏറ്റെടുത്തു. അതായത് പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികൾ റെയിൽവേ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ 5 സ്റ്റേഷനുകളാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെയിൽവേ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ചെങ്ങന്നൂർ, ആറന്മുള, വടക്കേരിക്കര, സീതത്തോട്, പമ്പ എന്നിങ്ങനെ 5 സ്റ്റേഷനുകൾ റെയിൽവേ പദ്ധതിക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചെങ്ങന്നൂർ പമ്പ പാതയുമായി ബന്ധപ്പെട്ട റെയിൽവേ അതിവേഗം നടപടികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ ഈ പാത വരുന്നതോടുകൂടി ശബരി പാത വേണ്ടെന്നൊരു നിലപാടിലാണ് റെയിൽവേ ബോർഡ്. ഒരേ ഇടത്തേക്ക് 2 പാതകളുടെ ആവശ്യമില്ല എന്നൊരു നിലപാട് റെയിൽവേ സ്വീകരിക്കുന്നു. പക്ഷേ ഈ പാതയുടെ ഈ ചെങ്ങന്നൂർ പമ്പ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ജനപ്രതിനിധികളുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ്, മാവേലിക്കര. അദ്ദേഹം ഓരോ നിമിഷവും ഓരോ വട്ടം റെയിൽവേ ബോർഡുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുന്നൊരു വ്യക്തിയാണ്. അത്തരത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ പ്രവർത്തന ഫലമായാണ് ശബരിമല ഭക്തരുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. എന്തായാലും ഈ ശബരിപാത റെയിൽവേ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ടും കേന്ദ്ര റെയിൽവേ ബോർഡിന് മുന്നിൽ സംസാരിക്കുമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപി രാവിലെ വ്യക്തമാക്കിയത്. എന്തായാലും അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രി ഈ പദ്ധതി ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നിവേദനം നൽകുമെന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മലയാളികൾക്ക്, ശബരിമല ഭക്തർക്ക് ഓണസമ്മാനമായി റെയിൽവേ ചെങ്ങന്നൂർ പമ്പ പാതയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഉടൻ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ആരംഭിക്കും. എന്തായാലും ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ നടപടികളുമായി റെയിൽവേ മുന്നോട്ട് കുതിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ച്, ശബരിമല ഭക്തരെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ്. അവരുടെ യാത്രാക്ലേശം വലിയ തോതിൽ പരിഹരിക്കും. വലിയ സമയം ലാഭിച്ചുകൊണ്ട് അവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ ശബരിമല പോകാനും മടങ്ങാനും എല്ലാമുള്ള മെച്ചപ്പെട്ട യാത്രാ സൗകര്യമാണ് റെയിൽവേ ഇതിലൂടെ വാഗ്ദാനം ചെയ്യുന്നത്. 200 km/h സ്പീഡിൽ ഇരട്ടപ്പാതയായി റെയിൽപാത. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരെ തേടി വരുന്നത്. റെയിൽവേ ബോർഡിൻ്റെ തീരുമാനം വന്നിരിക്കുന്നു. ശബരിമല തീർത്ഥാടകരുടെ സ്വപ്ന പദ്ധതി ചെങ്ങന്നൂർ പമ്പ അതിവേഗ റെയിൽപാതയ്ക്ക് റെയിൽവേ ബോർഡിൻ്റെ അന്തിമ അനുമതി ലഭിച്ചുവെന്ന വാർത്തയാണ്. ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടെ ശബരി റെയിൽപാത, കുട്ടികൊഴിച്ച ശബരി റെയിൽപാത റെയിൽവേ ഉപേക്ഷിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 200 കിലോമീറ്ററോളം വേഗത്തിൽ പോകാൻ ഈ അതിവേഗ റെയിൽപാതയ്ക്ക് കഴിയും. മാത്രവുമല്ല, ഒരുപാട് മലയോര പ്രദേശങ്ങൾ കടന്നു പോകുന്ന ശബരി റെയിൽപാതയ്ക്ക് പകരം ഈ പാത കൊണ്ടുവന്നാൽ മതിയാവും. ചെങ്ങന്നൂർ, ആറന്മുള, വടശ്ശേരിക്കര, സീതത്തോട്, പമ്പ എന്നീ 4 റെയിൽവേ സ്റ്റേഷനുകളും ഉണ്ടാകും. നിലവിൽ 5 സ്റ്റേഷനുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ചെങ്ങന്നൂർ, ആറന്മുള, വടശ്ശേരിക്കര, സീതത്തോട്, പമ്പ ഈ 5 സ്റ്റേഷനുകളിൽ 200 കിലോമീറ്റർ വേഗത്തിൽ പോകാൻ കഴിയുന്ന അതിവേഗ പാത ഒരുപക്ഷെ ശബരി റെയിൽപാതയ്ക്ക് പകരമുള്ള പുതിയ റെയിൽപാത വരുന്നു. ചെങ്ങന്നൂർ പമ്പ റെയിൽപാത യാഥാർത്ഥ്യമാകുന്നു. 23.03 ഹെക്ടർ ഭൂമി റെയിൽവേ ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു. അത് ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ചെങ്ങന്നൂർ പമ്പ റൂട്ടിൽ പുതിയ വികസനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാകുന്നു. നമുക്കെന്തായാലും സന്തോഷകരമായൊരു നിമിഷം തന്നെയാണ്. 59 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പരമാവധി 200 കിലോമീറ്റർ വേഗത്തിൽ ചെങ്ങന്നൂർ പമ്പ അതിവേഗ റെയിൽ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു. റെയിൽവേ ബോർഡ് അന്തിമമായ
അനുമതി കൊടുത്തു കഴിഞ്ഞു.